ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലച്ചു മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് നാളാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ് മെയ് 6. അപ്പോൾ അതിനായിട്ട് ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണിത്, ഫ്രോക്കാണ്. അപ്പോൾ 2 പേർക്കും, മൂത്താൾക്കും ഇളയാൾക്കും ഞാൻ തന്നെയാണ് എല്ലാ ബർത്ത്ഡേക്കും കൂടുതലും ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ നോക്കുന്നത്. സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും അല്ല, അപ്പം ഞാനായിരിക്കും. ഒരു പുതിയത് വാങ്ങണം അല്ലേ? അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് കയ്യിലിടുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഞൊറിവുള്ള ഒരു സംഭവം. പിന്നാണെങ്കിൽ നമ്മൾ തലയിൽ വെക്കുന്ന ബോയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വെക്കുന്നത്. അപ്പോൾ ലച്ചുവിനെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലൊന്നും വെക്കുന്ന ഇഷ്ടമല്ല. മുടി അത്യാവശ്യം നമുക്ക് കെട്ടാൻ പരുവത്തിൽ ചെറുതിലെ തൊട്ട് ജനിച്ച സമയം തൊട്ട് നല്ലതായിട്ട് മുടി നമുക്ക് ലെങ്തായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ തലയിലൊന്നും വെക്കാനോ കെട്ടാനോ ഒന്നും സമ്മതിക്കത്തില്ല. അഥവാ വെച്ചാൽ ഒരു സ്വല്പം നേരമൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ പോകുന്നെങ്കിൽ അവിടെ ചെല്ലുന്നത് കറക്റ്റ് ഊരി നമ്മളെ ബാഗിൽ കൊണ്ടിടും ആ രീതി. അപ്പം നമുക്ക് നല്ല നല്ല കെട്ടുകളോ ഒന്നും വെച്ചു കൊടുത്ത് ഒരുക്കിക്കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. അതാണ് പ്രത്യേകത ഇത്. കൊച്ചിന്റെ മുടിയൊന്നും കെട്ടുന്നില്ല. അപ്പം ഞാൻ ഈ വീഡിയോ കുറച്ച് ഓടിച്ച് സ്പീഡിൽ കാണിക്കണം കേട്ടോ, സ്പീഡ് ഇട്ടേക്കുവാണ്. ഞങ്ങളിവിടെ ബർത്ത്ഡേ ഒന്നും ഭയങ്കര ആഘോഷമൊന്നും ആഘോഷിക്കാറില്ല. പിന്നെ അത്യാവശ്യം അമ്പലത്തിൽ പോവുക, കേക്ക് കട്ട് ചെയ്യുക, സദ്യ, ചെറിയ രീതിയിൽ സദ്യ, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ ഭയങ്കര ആഘോഷമൊന്നും ആഘോഷിക്കാറില്ല. അപ്പം ഇന്ന് നാളാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് സാധാരണ ഞാൻ വിചാരിച്ചത് ഡേറ്റ് വരുന്ന ദിവസം കേക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പം പെട്ടെന്ന് എൻ്റെ ചേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അപ്പം വരുന്ന സ്ഥിതിക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച കേക്ക്. അപ്പം അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു മാല മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാല ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് നമുക്ക് വലിയവർക്കൊക്കെയാണ് കൂടുതലും നല്ലത്. പിന്നെ ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഇട്ട് 2 ഫോട്ടോ എടുക്കാൻ മാത്രമായിട്ട് ഇടുവാണ് ഈ മാല. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ആ ഒരു വീഡിയോ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആ വീഡിയോ കാണാം. പിന്നെ വന്നിട്ട് ഈ കണ്ണെഴുതുന്ന ഈ ഒരു സംഭവം വന്നിട്ട് ഇത് മാക്കിൻ്റെയാണ് വാങ്ങിച്ചത് കേട്ടോ, ഡാസ്ലറിൻ്റെ. അപ്പം ഡാസ്ലറിൻ്റെ ആയിരുന്നു എനിക്കിഷ്ടം. പക്ഷേ അവിടെ ചെന്നപ്പോൾ മാക്കിൻ്റെ ഉള്ളതുകൊണ്ട് അത് വാങ്ങിച്ചു നോക്കിയത്. പക്ഷേ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത് വെച്ച് എഴുതുമ്പം ഭയങ്കര നമ്മളിച്ചിരി കട്ടിക്കൊക്കെ എഴുതിയാലേ ഒരു ഭംഗി വരുത്തുള്ളൂ. പക്ഷേ ഡാസ്ലറിൻ്റെ ആണെങ്കിൽ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അത്യാവശ്യം ഇതൊരു 60 രൂപ റേഞ്ചാണ്. ഡാസ്ലറിൻ്റെ സെയിം സാധനം 60 രൂപയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ കൂടി കുറച്ചും കൂടി ഐക്കോണിക് കാജിലൊക്കെ വാങ്ങുന്നവരുടെ കാര്യമല്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് അബദ്ധം പറ്റി വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെയുള്ള സംഭവം എപ്പം വാങ്ങിച്ചാലും കണ്ണെഴുതുന്ന വാങ്ങിച്ചാലും എല്ലാവരും ഒടിച്ചു കളയുന്നതാണ് പതിവ്. എനിക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. എപ്പോഴായാലും പിള്ളേരത് തിരിച്ചു ഓടിച്ചും നമുക്കത് പോയിട്ടായിരിക്കും എല്ലാവട്ടും പിന്നെ നശിപ്പിച്ച് കളയുകയാണ് പതിവ്. മുടി നല്ല രസമുണ്ട്. നിക്കേ അവിടെ തന്നെ ചിരിച്ചേ ഒരു ഫോട്ടോ എടുത്ത്. പിന്നെ ഇതുപോലെയുള്ള ഫ്രോക്കുകൾ കുട്ടികളുടേതും പിന്നെ നമ്മുടെ മുതിർന്നവരുടെയൊക്കെ ഡ്രസ്സുകൾ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ, പുറത്തൊക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ട് കുറേ പേരൊക്കെ നമ്മളോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ.
ഡ്രസ്സും ഹെയർ ബോയും അത് വിഷുവിനായാലും വിഷുവിൻ്റെ സ്പെഷ്യൽ, ഓണത്തിൻ്റെ സ്പെഷ്യൽ, ബർത്ത്ഡേ സ്പെഷ്യൽ. നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ്, ഏത് സൈസാണ്, ഏത് മോഡലാണ്, ഏത് മെറ്റീരിയലാണ്, ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ ചെയ്ത് വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ കോൺടാക്ട് നമ്പർ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരുത്തിയതാണ്. പക്ഷേ അത് സമ്മതിക്കത്തില്ല എടുക്കാനൊന്നും. അപ്പോൾ ഞാനിത് നമുക്കിങ്ങനെ ഫോട്ടോ ഡ്രസ്സിൻ്റെ ഇടിയും കൂടി ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് ഫോട്ടോ ഡ്രസ്സിൻ്റെ ആയിട്ട് എടുക്കാനായിട്ടാണ് വരുത്തിയത്. അപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടൻ, കട്ട് ചെയ്യാൻ കേക്ക്. അപ്പം രാത്രിയിലാണ് കേക്ക് കട്ട് ചെയ്തിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ ഉറപ്പായിട്ടൊന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോയ്ക്ക് ലൈക്കൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ എന്തായാലും വീഡിയോ കാണുവാണല്ലോ, ഇത്രയും കാണുന്നവർ ഒരു ലൈക്കും കൂടി തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ ലച്ചുടി. ഹാപ്പി ബർത്ത്ഡേ പറ. അപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ, ലൈക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ലൈക്ക് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ, എന്തായാലും ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ പോലും ഉദാഹരണം പറഞ്ഞോട്ടെ, നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ചെയ്യുന്ന വീഡിയോസ്. എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനായാലും മറ്റു ഏതൊരു ആളായാലും അവർ ചെയ്യുന്നൊരു വീഡിയോ എന്ന് വെച്ചാൽ അവർ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഒരു കഴിവിനനുസരിച്ച് ആ വീഡിയോയുടെ ഒരു രീതി ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു കഴിവിനനുസരിച്ചില്ല, എനിക്കിപ്പം മറ്റുള്ളവർ ചെയ്യുന്ന കൂട്ട് അത്ര എനർജറ്റിക് ആയിട്ടോ അത്ര അടിപൊളിയായിട്ടോ ഒന്ന് സംസാരിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ അപ്പം നമുക്ക് നമ്മുടേതായ ഒരു രീതിയിലല്ലേ ചെയ്യാൻ പറ്റൂ. എന്തായാലും നമ്മൾ ഭയങ്കര നിങ്ങളെ അങ്ങ് വെറും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലല്ലല്ലോ എന്തായാലും ചെയ്യുന്നത്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടുന്നു, കുക്കിംഗ് ഇടുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ചിലപ്പം നമ്മൾ പ്ലാന്റുകളുടെയൊക്കെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഉപകാരപ്പെട്ടേക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോഴും അങ്ങനെയുള്ള വീഡിയോയ്ക്ക് പോലും, ബ്ലോഗിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള വീഡിയോയ്ക്ക് പോലും നമുക്ക് ലൈക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വീഡിയോസ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങോ കുക്കിങ്ങോ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് അത് സംബന്ധിച്ചിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പിന്നീട് കൂടുതലായിട്ടും നിങ്ങൾക്ക് വരികയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ലൈക്ക് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട് വീഡിയോയ്ക്ക്. അപ്പം നമുക്ക് ഒരു വീഡിയോ കാണുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒരു ഉപകാരപ്രദമായ കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ സപ്പോർട്ട്. അപ്പം നിങ്ങളുടെ ലൈക്ക് കൊണ്ട് നമുക്കും അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു പൈസയോ അങ്ങനെയുള്ള ബെനിഫിറ്റൊന്നുമില്ല. പക്ഷേ ഒരു വീഡിയോയ്ക്കൊരു ചെറിയൊരു പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു നിങ്ങൾക്ക് പറ്റുന്ന ചെറിയൊരു സഹായം എന്ന രീതിയിൽ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ, സഹായമല്ല സപ്പോർട്ട് എന്ന രീതിയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ് ആയിരിക്കും. നിങ്ങൾക്ക് അത്തരം നിങ്ങളൊരു വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുക്കിങ്ങോ പഠിത്ത സംബന്ധമായിട്ടുള്ള സ്റ്റിച്ചിങ്ങോ അങ്ങനെയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സംബന്ധമായിട്ടുള്ള മറ്റ് വീഡിയോസ് കൂടി ചിലപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കാണിച്ച് വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതെന്തായാലും ഉപകാരപ്പെടുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും, എനിക്ക് മാത്രമല്ല മറ്റുള്ള ക്രിയേറ്റേഴ്സിനും നിങ്ങൾ ലൈക്കൊക്കെ കൊടുത്ത് ഒന്ന്, നമുക്കൊരു നഷ്ടമില്ലല്ലോ. ഒരാൾക്കൊരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടമില്ല. പക്ഷേ ചിലവരുടെ മെൻറ്റാലിറ്റിയാണ് വീഡിയോ മൊത്തം കാണും, ഞാൻ പക്ഷേ ലൈക്ക് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും, എന്തായാലും ഞാൻ ലൈക്ക് കൊടുക്കത്തില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊക്കെ വീഡിയോ കാണുമ്പം മാക്സിമം ആൾക്കാർക്ക് ലൈക്കോ കമൻറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ അതൊരു സപ്പോർട്ടാണ് അവർക്ക് എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.